അത് ഞാൻ എൻ്റെ ദാഹം മാറ്റാൻ വേണ്ടി നമ്മൾ സെലറി ജ്യൂസ് കുടിക്കുകയാണ് സഹോദരങ്ങളെ. വിദേശിയാണെങ്കിലും നമ്മൾ ഈ വെയിലത്ത് ദാഹം അകറ്റാൻ നമ്മുടെ ശരീരത്തിന് ഒരു ഫ്രിഡ്ജ് പോലെ ചൂടാകുമ്പോൾ കൂടെ തണുപ്പിക്കാനൊക്കെ പറ്റിയൊരു സംഭവമാണ് സെലറി. അപ്പം എന്നാൽ ഏതായാലും നോമ്പായിട്ട് ഇപ്പോൾ ദാഹത്തെ ഏതായാലും കുടിക്കാൻ പറ്റൂല. നോമ്പ് തുറന്നിട്ട് കുടിക്കാൻ വേണ്ടി ഇവിടെ ജ്യൂസ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകാം. ഇത് കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഇത് നമ്മളെ എന്താ പറയുക, ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമുണ്ട്. സംഭവം വിദേശിയാണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു എല്ലാവരും വാങ്ങുന്നുണ്ട്. ഓക്കെ 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 അങ്ങനെ വാങ്ങുന്നുണ്ടോ ഈ സാധനം? വാങ്ങുന്നുണ്ട്, നല്ല ചിലവുണ്ട്. വാങ്ങുന്നില്ലെങ്കിൽ ആൾക്കാർ പൊട്ടത്തരാജില്ല. ഇത് ഭക്ഷണം പാചകം ചെയ്യാനും ഇത് മന്തിയിലൊക്കെ ഇടാനാണ്. അത് മാത്രമല്ല, അതൊരു ജ്യൂസ് അടിച്ച് കഴിക്കാം. ഈ സെലറിൻ്റെ മലയാളം പിടി കിട്ടിയാട്ടോ, മുള്ളങ്കി ജ്യൂസ് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നോമ്പ് തുറന്നിട്ട് രാത്രി കഴിക്കാനാണ്. ഇപ്പൊക്കെ കടും ചൂടാട്ടോ. ഇവനൊന്ന് ഫ്രഷാക്കി അടിച്ച് നിരപ്പാക്കി കഴിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകും. പക്ഷെ നോമ്പായി പോയില്ലേ. ഈ ചൂട് കാലത്ത് ഇതെങ്ങനെ നമ്മുടെ ദാഹം അകറ്റുന്നത്? ഇതിനുള്ളിലൊക്കെ കൂടുതലും ജലാംശം ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മൾ ഈ ജലാംശം പുറത്തു പോകാന്ന് പറയുമ്പോൾ ഈ വേനൽക്കാലത്ത് ഒരുപാട് ഇലക്ട്രോലൈറ്റ്സ് പുറത്തു പോകും. അപ്പോൾ ഇതിനകത്ത് വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, പിന്നെ പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന തടയുന്ന ഫ്ലവനോയിഡ്സും ഒരുപാട് ഈ മുള്ളങ്കിയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദഹനത്തിനെയും സഹായിക്കുന്ന ഒരു സംഭവമാണിത്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഗ്യാസിൻ്റെ ഒക്കെ അസ്വസ്ഥത ഉള്ളവർക്ക് ഇത് സഹായിക്കുന്നതാണ് പറയുന്നത്. കലോറി കുറവാണ്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വെയിറ്റ് ലോസ് ഉള്ളവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. വേനൽക്കാലത്ത് നമുക്ക് ഉണ്ടാക്കുന്ന അധിഷ്ഠാനം UV റേസിൻ്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ UV റൈസ് തടഞ്ഞിട്ടുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പൊരുതി തോൽപ്പിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മറിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജ്യൂസ് തന്നെയാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ നേരത്തെ പറഞ്ഞ മറ്റ് പല ഭക്ഷ്യവിഭവങ്ങളിലും ഇത് ഉൾപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ശരീരത്തിൽ കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്ത്, നമ്മളെ തൊലിയുടെ ആരോഗ്യം നിലനിർത്താൻ ഇത് സഹായിക്കും. ഈ മുള്ളങ്കി കൊണ്ട് എങ്ങനെ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. പല രീതിയിലുള്ള ഇൻഗ്രീഡിയൻസും ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 തണ്ട് മുള്ളങ്കി, ഓക്കെ, എന്നിട്ട് കുക്കുംബർ, ഓക്കെ, എന്നിട്ട് ഇഞ്ചി അതിനനുപാതത്തിൽ, ഇതൊക്കെ നല്ല ടേസ്റ്റ് നൽകും. ചെറുനാരങ്ങ, സാധനങ്ങളൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ജ്യൂസ് മെഷീനിലിടുക. എന്നിട്ട് ഇതൊക്കെ രുചിയൊക്കെ കൊടുക്കുന്ന സാധനം. നമ്മളിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ടേസ്റ്റ് കൂടുമെങ്കിലും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് അധികം കിട്ടില്ല. വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുന്ന, നമ്മളെ ചൂടിന് ക്ഷയിപ്പിക്കാൻ സഹായിക്കുന്ന ഹെൽപ്പ് കുറച്ച് കുറഞ്ഞു വരും. പിന്നെ അത്യാവശ്യങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ തേൻ ഒഴിക്കുക. ഓക്കെ, നമുക്ക് ഹെൽത്തി ഓപ്ഷനാണല്ലോ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കഴിയുമ്പോൾ അതൊരു ജ്യൂസായി മാറി. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായി. നല്ല വെയിലത്തൊക്കെ നമുക്ക് വാട്ടർ ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കൊരു ദിവസം നമ്മളെ ദാഹം അകറ്റുകയും ചെയ്യാം. നമുക്ക് നമ്മളെ ഈ ചൂടത്ത് നമ്മളെ പിടിച്ച് നിർത്തുകയും ചെയ്യും. ഓക്കെ, ബി ഹെൽത്തി. ബൈ. ജ്യൂസ് നോക്കട്ടെ. അടിപൊളി സെലറിൻ്റെ ടേസ്റ്റ് ഉണ്ട്, ഇതിലിട്ട കുക്കുംബറിൻ്റെത്, ജിഞ്ചറിൻ്റെത്, എല്ലാ ടേസ്റ്റും അനുഭവിക്കുന്നുണ്ട്. സൂപ്പർ. ചെറിയൊരു പുളി, ചെറിയൊരു സ്പൈസി ഒക്കെ ആയിട്ടുള്ള നല്ലൊരു കിടിലൻ ടേസ്റ്റ്.